എവ്രിവൺ, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു ബട്ടർ ബൺ ഉണ്ടാക്കി നോക്കിയാലോ. വായോ. കുറച്ച് ഐറ്റം വെച്ച് തന്നെ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റം വെച്ച് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടത് ഒരു ബൺ, കുറച്ച് ബട്ടർ, കുറച്ച് ഷുഗർ, കുറച്ച് പാൽ. ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ബണ്ണിൻ്റെ ക്രീം ഉണ്ടാക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു ജാർ എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര പൊടിച്ചെടുക്കണം. പഞ്ചസാര ഞാൻ നല്ല പൊടിയായിട്ട് പൊടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, ആവശ്യത്തിന് മധുരം മതിയെങ്കിൽ അങ്ങനെ. അപ്പം നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാരയിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയിൽ നമ്മൾ ബട്ടർ ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് അരച്ചതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇപ്പം ഇത് കുറച്ച് ലിക്വിഡായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചാൽ മതി ആവശ്യത്തിന്. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാ, സൂപ്പർ. നമുക്ക് ബ്രെഡിൽ മിക്സ് ചെയ്ത് നോക്കാം. ഈ ബണ്ണൊക്കെ നമുക്ക് ബർഗർ ബണ്ണ് പറയും. ഓക്കെ, നമുക്ക് കടയിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബണ്ണ് തന്നെയാണ്. അത് നമ്മളിങ്ങനെ മുറിച്ച് ഇങ്ങനെ ആക്കി എടുക്കാം. ഓക്കെ, ഈ ബണ്ണിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നല്ല ക്രീമി ആയിട്ടുള്ള ഇത് നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഓക്കെ, ഇത് കുറച്ച് കട്ടിയുള്ള ബണ്ണാണ്, സോ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി തിക്കായിട്ട് തന്നെ ഒഴിക്കുന്നത്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചോ, ഇതിനകത്ത് ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾക്കൊരു ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാം. ഇത് അല്ലാതെ വെച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി സ്വീറ്റ് കൂടുതലായിരുന്നു. പക്ഷെ ബണ്ണിൻ്റെ കൂടെ കഴിച്ചപ്പോൾ എനിക്ക് അത്രയും തോന്നില്ല. പക്ഷെ കൊള്ളാം, ട്രൈ ചെയ്ത് നോക്കാം. ബൈ.